ഈ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഈ മറ്റ് പരാതികളുണ്ടല്ലോ, പീഡന പരാതികളിലൊക്കെ ഈ ആരോപണ വിധേയർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ സിദ്ദിഖിന്റെ കാര്യത്തിൽ അതുണ്ടാകുന്നില്ല. അപേക്ഷ കോടതി തള്ളുകയാണ്. അത് മറ്റൊരു തരത്തിൽ ഇതിന്റെ ഗൗരവ സ്വഭാവത്തെ കൂടിയല്ലേ കാണിക്കുന്ന രാഹുൽ? അങ്ങനെ വരുമ്പോൾ ഈ നേരത്തെ ഉയർത്തിയ വാദങ്ങളൊക്കെ അത് ആ നിലയ്ക്ക് കൂടി പരാജയപ്പെട്ടു പോകുന്നുണ്ടല്ലോ രാഹുൽ. വേണമെന്നില്ല. നേരത്തെ നമ്മുടെ അവിടെ ഇരിക്കുന്ന ബഹുമാനിയായ അഭിഭാഷക മാഡം സൂചിപ്പിച്ചതുപോലെ നിയമത്തിന്റെ ഒരു പ്രോസസ് ഉണ്ട്, അതൊരു വഴിയുണ്ട്. ആ പ്രോസസ്സിനെ ബഹുമാനിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. അത് അങ്ങനെ തന്നെ വേണം താൻ. 50 വർഷത്തിലേറെയായി മലയാളത്തിൽ നിൽക്കുന്ന മഹാനടനായ മമ്മൂട്ടി എടുത്ത നിലപാടെന്താണ്? മഹാനായ മോഹൻലാൽ എടുത്ത നിലപാടെന്താണ്? തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മീഡിയക്കാരും നമ്മളും എല്ലാം ഒരുമിച്ച് നിന്ന് സിനിമാ മേഖലയെ നവീകരിക്കണം. സിനിമാ മേഖലയുടെ നശീകരണത്തിന് വേണ്ടി ആകരുത്, നവീകരണത്തിന് വേണ്ടിയാകണം. 2, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 53 പരാതികളിൽ 20 പരാതികളാണ് ഗൗരവ സ്വഭാവമുള്ളത് എന്നും അതിൽ SIT അന്വേഷിക്കുമെന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത്. അതിൽ തന്നെ നോക്കൂ, 33 എണ്ണം ഗൗരവ സ്വഭാവമുള്ളതല്ല എന്നും കൂടെ അതിന് അർത്ഥമില്ലേ? അതായത് 53 പരാതികളിൽ 20 പരാതികൾക്കാണ് ഗൗരവ സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞാൽ 33 എണ്ണം അതിൽ പോലും ഗൗരവ സ്വഭാവം ഇല്ലാത്തതാണ്. അതിന്റെ മെറിറ്റ് എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടെ ഏക കാര്യം എന്താണ്? കുറ്റക്കാരനും കുറ്റാരോപിതനും ഒന്നല്ല. കുറ്റാരോപിതൻ എന്ന് പറയുന്നതും കുറ്റക്കാരനും ഒന്നല്ല. കോടതി ഒരാളെ തെറ്റുകാരനാണെന്ന് പറയുന്നത് വരെ അയാളെ കുറ്റക്കാരൻ എന്ന് വിളിക്കാൻ നമുക്ക് അധികാരമില്ല. അവസാന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി ഇന്ത്യയിൽ ചരിത്രപരമാണ്. ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ആദ്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി 7-ാം പേജ് 7-ാം പാരഗ്രാഫ് 2-ാം ഉപഖണ്ഡികയിൽ എഴുതി വെച്ചിരിക്കുന്നു, പെൺകുട്ടിക്ക് മാത്രമല്ല പുരുഷനും സ്വകാര്യതയ്ക്ക് അവകാശമുണ്ട്. അക്യൂസ്ഡിന് സ്വകാര്യതയ്ക്ക് അവകാശമുണ്ടെന്നും പെൺകുട്ടി കംപ്ലൈന്റിന്റെ സ്വകാര്യത സംരക്ഷിക്കുന്നത് പോലെ തന്നെ അക്യൂസ്ഡിന്റെ സ്വകാര്യതയും സംരക്ഷിക്കണം. നമ്മൾ ഈ വിഷയത്തിൽ എല്ലാവരോടും ഫെയർ ആയിരിക്കണം. നമ്മൾ ഒരുപാട് വ്യാജ പരാതികൾ ഇതിനിടെ കണ്ടില്ലേ? അങ്ങനെ നിവിൻ പോളിക്കെതിരെ ഒരു വ്യാജ പരാതി നമ്മൾ കണ്ടു. ശ്രീ രഞ്ജിത്തിനെതിരെ 2015-ഉം 2012 തമ്മിലുള്ള കോൺട്രഡിക്ഷൻ കണ്ടു. അതായത് 2015-ൽ തുടങ്ങിയ ഹോട്ടലിൽ 2012-ൽ പീഡിപ്പിച്ചു എന്ന പരാതി വ്യാജമെന്നോണം വരുന്ന പരാതികളെ ആ നിലയ്ക്ക് മാത്രമേ നമ്മളും കാണുന്നുള്ളൂ. കറക്റ്റ്. അത് മാത്രം മതി. ഇനി ഒരു കാര്യം കൂടെ പറയണം. കേരളം കേട്ടത് എന്താ? ഉറക്കപ്പിച്ച് കാരണം റേപ്പിന്റെ ഡേറ്റ് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞൊരു കുട്ടിയെ വരെ കേരളം കേട്ടു. ഡിസംബർ 15-16 തന്നെ ദുബായിൽ എത്തി റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി കേരളത്തിലാണ് നിവിൻ പോളി എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഡിസംബർ 15-16 ഞാൻ ഉറക്കപ്പിച്ച് കാരണം പറഞ്ഞതാണ് എന്ന് വരെ പറയുകയുണ്ടായി. അപ്പൊ ഈ അവസരത്തിൽ ദേഷ്യം തീർക്കാനും അസൂയ കാരണവും സിനിമ ഇല്ലാത്തത് കാരണം സിനിമയുള്ളവരോട് ദേഷ്യം ഉണ്ടാവും. അപ്പൊ അത് കാരണവും പബ്ലിസിറ്റിക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് പേര് കള്ളം പറയുന്നത് നമ്മൾ കേട്ടില്ലേ? അപ്പൊ സിദ്ദിഖിന്റെ കേസിലെ മെറിറ്റ് എന്താണ് എന്ന് നമുക്കറിയില്ല. ആ മെറിറ്റ് നമ്മൾ വരുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട കോടതി, സുപ്രീം കോടതി അടക്കം ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെ കൊടുത്താൽ നമ്മൾ ഈ ചർച്ച എടുക്കൂ. അതായത് മുൻകൂർ ജാമ്യം ലഭിച്ച ഒരുപാട് നടന്മാരുണ്ട്. അവരെ ആരെങ്കിലും അനുകൂലിച്ച് നമ്മൾ ചർച്ച എടുക്കൂ? ഇല്ല. ആർക്കെങ്കിലും നേരെ അവർ ഉദ്ദേശിക്കാത്ത വിധി വരുമ്പോൾ നമ്മൾ എടുക്കുകയും ഇവരെ മോശക്കാരൻ ചിത്രീകരിക്കുന്നത്. അപ്പൊ സിദ്ദിഖ് ഒരു അക്യൂസ്ഡ് മാത്രമാണ്. അത് മാത്രമേ ഉള്ളൂ. സിദ്ദിഖിന് നേരെ ഒരു ആരോപണം വന്നു. ആരോപണം ശരിയാകാം, തെറ്റാകാം. തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിദ്ദിഖിനെ അറിയുന്ന ആരും സിദ്ദിഖിനെതിരെ അങ്ങനെ ഒരു ആരോപണം വിശ്വസിക്കില്ല. നേരെ മറിച്ച് സുപ്രീം കോടതിയിൽ പോട്ടെ, കേസ് തിരിച്ചു വരട്ടെ. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പെൺകുട്ടി 14 പേർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്, ഒരാൾക്കെതിരെ അല്ല. 14 പേർക്കെതിരെ. നേരത്തെ മാഡവും കൂടി സൂചിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത പോലെ 4 തവണ മൊഴി മാറ്റി. ആദ്യം ഫേസ്ബുക്കിൽ പറഞ്ഞത് ഒന്ന്, 2ാമത് യൂട്യൂബിൽ പറഞ്ഞ ഒന്ന്, 3 മീഡിയക്കാരുടെ മുമ്പിൽ പറഞ്ഞ ഒന്ന്, 4 കോടതിയിൽ പറഞ്ഞ ഒന്ന്. ആദ്യം പറഞ്ഞത് നില തിയേറ്ററിൽ വെച്ച് വെർബൽ അബ്യൂസ് ഉണ്ടായി, എന്നോട് സെക്ഷുവൽ ഫേവർ ചോദിച്ചു എന്നാണ്. നില തിയേറ്ററിൽ നിന്ന് സെക്ഷുവൽ ഫേവർ ചോദിച്ചതിൽ നിന്ന് മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് റേപ്പ് ചെയ്തു എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരുപാട് വ്യത്യാസമില്ലേ സാർ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടെ സമൂഹത്തിലെ ആൾക്കാർ ചോദിക്കില്ലേ? 2, ഞാനല്ല, ചൈനയിലെ യൂണിവേഴ്സിറ്റിയുടെ ആധികാരിക രേഖകളാണ് ഞാൻ കാണിച്ചത്. സമാനമായൊരു ലൈംഗിക ക്രൈം കേസാണ്. അതായത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, മറ്റൊരു പെൺകുട്ടിയുടെ സ്വകാര്യത ലംഘിക്കുകയും അവളുടെ നഗ്ന വീഡിയോ എടുക്കുകയും ചെയ്തത് നേരത്തെ പറഞ്ഞാണല്ലോ രാഹുൽ. ഏതായാലും അതൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കട്ടെ, കോടതി അതിന്റെ മെറിറ്റ് കണ്ടെത്തട്ടെ.